എല്ലാവർക്കും സുഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുമ്പ ബീച്ച്, തുമ്പ പള്ളി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ തുമ്പ സെന്റ് ജോൺസ് ചർച്ചിന്റെ ഉൾവശം. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയിലെ അകത്തോട്ട് കയറുന്ന എൻട്രി ചെയ്യുന്ന ആ ഭാഗമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു റൗണ്ട് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ സെന്റ് ജോൺസ് പള്ളിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് ഈ ബീച്ച്. നമ്മൾ എന്തായാലും ഇതിന്റെ ചുറ്റുവട്ടം നിങ്ങൾക്ക് കാണിക്കണമല്ലോ. ഇതെന്ന് പറയുന്നത് തണൽ മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണൽ ഗ്രൗണ്ടാണ്. അതായത് മണലുകളാൽ നിറഞ്ഞു, ഈ ഏരിയ മണലുകളാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണല്ലോ. അപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ ബീച്ച്. ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ബീച്ച്. നല്ല നിശബ്ദമായിട്ടുള്ള ബീച്ച് കേട്ടോ. അധികം ആളുകളോ തിരക്കോ തിക്കുമോ ഒന്നുമില്ലാതെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ ഈ തുമ്പ ബീച്ച് എന്ന് പറയുന്നത്. പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ കടലിലൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് വന്നിരിക്കാം. പക്ഷേ കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഇതിന്റെ അടുത്തൊക്കെ വേസ്റ്റ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടലിനകത്തോട്ടാണെങ്കിൽ വേസ്റ്റ് കുറവാണ്. നമ്മളൊരു തകർന്നു കിടക്കുന്ന ഒരു കപ്പലിന്റെ ഭാഗമാണ്, ബോട്ടിന്റെ ഒരു ഭാഗം കണ്ടു. അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ അടിഞ്ഞതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. എന്നാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു. അതിനുശേഷം നമ്മൾ നേരെ ഇനി നിങ്ങൾക്ക് ആ പള്ളി കാണിച്ചു തരണ്ടേ. പിന്നെ നമ്മൾ പള്ളിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ചുറ്റുവട്ടത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് ഇടവിട്ട് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു ഗാർഡൻ. അത് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്ന ഇലച്ചെടികളും അതുകൂടാതെ കമുകിൻ തൈകളാണ്. നമ്മുടെ കളർ കമുകിൻ തൈകളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ റെഡ് പാം, യെല്ലോ പാം ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ കുറേ പാം തൈകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതായത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഈ ചെടി നമ്മുടെ കളർ ഇലച്ചെടിയും അതൊക്കെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും ചേർന്നല്ല നിൽക്കുന്നത്, എല്ലാം ചെറിയ ഡിസ്റ്റൻസിലാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പുൽത്തകിടിയിലാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് അതിനെ ഓരോ തൈകായിട്ട് തന്നെ നിർത്തി അതിനെ നല്ല ഡിസൈൻ ചെയ്ത് വെട്ടിയൊക്കെ നിർത്തിയിരിക്കുന്നത്. നല്ല മനോഹരം. ആ പള്ളിക്ക് അതൊരു എന്താണ് ഒരു നല്ലൊരു മനോഹാരിത നൽകുന്നുണ്ട്. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനും കൂടെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പള്ളിക്ക് ചുറ്റിലും ഇതുപോലെ തന്നെ ഓരോ തൈകൾ അവർ ചെയ്തിട്ടുണ്ട്. പുൽത്തകിടിയിലായിട്ട് അത് ചെയ്തു. നമ്മുടെ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഗാർഡനും പിന്നെ നമ്മുടെ ബീച്ചും നമ്മുടെ തുമ്പ പള്ളിയും എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പരവൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.